പീസ് കോൺ മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് അരച്ചെടുക്കുക. എണ്ണ ചൂടാക്കി വഴണയില, പട്ട, ഏലക്ക, ഇതിൽ ഷാജീരയാണ് ഇട്ടിരിക്കുന്നത്. അതില്ലെങ്കിൽ നല്ല ജീരകവും ഇട്ടാൽ മതി. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിക്കുമ്പോൾ ശകലം വെള്ളം കൂടെ ഒഴിക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും, അടിയിൽ പിടിക്കത്തുമില്ല. പെട്ടെന്ന് തന്നെ എണ്ണ തെളിഞ്ഞ് വരും. അതിലേക്ക് തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വേവിച്ചെടുക്കുക. ഇതിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ ചേർത്തിട്ടില്ല, അത് ചേർക്കാത്ത കറിയാണ്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പം അതിലേക്ക് ഇപ്പം ഏത് പേസ്റ്റാണോ ചേർക്കുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള പേസ്റ്റ് ചേർക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ ചേർക്കാം. ഇതിലിപ്പം സൺഫ്ലവർ സീഡ്സും മെലൺ സീഡ്സും കുതിർത്ത് അരച്ച പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്തിട്ടും എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഗ്രീൻ പീസും സ്വീറ്റ് കോണും അണ്ടിപ്പരിപ്പ് ഇഷ്ടമാണെങ്കിൽ കൂടുതലും ചേർക്കാം. 3 എണ്ണവും ചേർത്ത് ഒരു 5 മിനിറ്റോളം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് ഏകദേശം ഇട്ടിരിക്കുന്ന പച്ചക്കറിയും അണ്ടിപ്പരിപ്പും നന്നായിട്ട് വെന്തും കിട്ടും, എണ്ണ തെളിഞ്ഞ് വരികയും ചെയ്യും. എണ്ണ തെളിയുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൂത്ത് കിട്ടുക എന്നാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, ഇനി ഗ്രേവി എത്ര ലൂസാക്കണോ അതനുസരിച്ച് പാലുമാണ് ഒഴിച്ചിരിക്കുന്നത്. ഫ്രഷ് ക്രീം ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഫ്രഷ് ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ റിച്ചായിട്ട് കിട്ടും. 1 കപ്പോളം പാല് ചേർത്ത് ആവശ്യത്തിനുള്ള അയവിലേക്ക് ഗ്രേവി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ അയവ് വേണമെങ്കിൽ കൂടുതൽ പാല് ചേർക്കാം. മല്ലിയില അവരവരുടെ സ്വാദിനനുസരിച്ച് ചേർത്ത് അവസാനമായിട്ട് മേമ്പൊടിക്ക് 1/2 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് എണ്ണ തെളിയുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അവസാനം ശകലം മല്ലിയില ചേർത്ത് അലങ്കരിക്കുകയും ചെയ്യാം. ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാതെ തയ്യാറാക്കാൻ ഇഷ്ടപ്പെട്ടവർക്ക് ഈ കറി വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ചപ്പാത്തി, നാൻ, പുലാവ്, ജീര റൈസ്, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെയും കൂടെ പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് വിളമ്പുകയും ചെയ്യും. ഇന്ന് കേരള പൊറോട്ടയുടെ കൂടെയാണ് ഈ കറി വിളമ്പുന്നത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.